ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മംസ് ഡെയിലി. എൻ്റെ പേര് നീതു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ കൊതി തോന്നുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഒത്തിരി ജ്യൂസിയാണ് ഈ ചിക്കൻ ഫ്രൈ. ആ ജ്യൂസി ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലോ വളരെ എളുപ്പമുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാനും മറക്കരുത്. സോ ഞാൻ ഇപ്പം വീഡിയോയിലോട്ട് ഉടനെ പോവാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. സോ ആദ്യം വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ചിക്കൻ തൈസാണ് എടുത്തിട്ടുള്ളത്. 4 പീസസ് ഓഫ് ചിക്കൻ തൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ പീസസ് എടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ എന്ത് ചിക്കനാണോ എടുക്കുന്നത് ആ ചിക്കൻ ഒന്ന് വരയണം. നല്ലതുപോലെ വരഞ്ഞാൽ മാത്രമേ നമ്മുടെ മസാലക്കൂട്ട് അതിനകത്ത് പിടിച്ചിരിക്കത്തുള്ളൂ. സോ എപ്പോഴും വരഞ്ഞിട്ട് വേണം ചിക്കൻ ഫ്രൈ എപ്പോഴും ഉണ്ടാക്കാൻ. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ. അത് കാശ്മീരി ചില്ലി പൗഡർ എടുക്കാൻ തന്നെ നോക്കണം, എന്നാലേ ആ കളറ് കിട്ടത്തുള്ളൂ നമുക്ക്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന്. അടുത്തത് മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് 1 തുടങ്ങി ഒരു 2 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം. ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ഗരം മസാലയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തത് വേണ്ടത് ജീരകപ്പൊടിയാണ്. ജീരകം പോരാ, ജീരകം പൊടിച്ചത് തന്നെ വേണം. ആ ജീരകപ്പൊടി ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അടുത്തത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെ ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്നാൽ മാത്രമേ അതിനകത്തുള്ള ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിൽ അങ്ങ് കയറി അതൊന്ന് പിടിക്കത്തുള്ളൂ. സോ ചതച്ച് തന്നെ ചേർക്കുക. ഇവിടെ ഏകദേശം ഞാനൊരു 4 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉള്ള ഒരു ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് വേണ്ടത് മല്ലിയില അരിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കണ്ട. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ഈ പറഞ്ഞ പോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും വേണം. അതുപോലെ തന്നെ നാരങ്ങ വേണേ. നാരങ്ങ ഒരു പകുതി നമ്മൾ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഓയിൽ വേണം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊന്ന് നോക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സ് ചെയ്യുക. സോ ആദ്യം ഞാനിടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അതൊന്ന് മാറ്റാം. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണും പിന്നെ അതിൻ്റെ ഒരു 1/2 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. മൊത്തം 1.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ അടുത്ത് എടുക്കുന്നത് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അടുത്തത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊറിയാൻഡർ ലീവ്സ് ഇടുക. അടുത്തത് തൈര് ആഡ് ചെയ്യുക. തൈര് ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂണ് ഒരു 4 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഞാനിവിടെ 5 എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ മതിയാവും. അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ചിക്കനുമ്മേ. നല്ലതുപോലെ തന്നെ തിരുമ്മി വെക്കണം. എന്നിട്ട് ഒരു 15
മുതൽ ഒരു 30 മിനിറ്റ്സ് വരെ നിങ്ങളത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പം ഏറ്റവും കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ചിക്കൻ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ മേക്ക് ഷുവർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ചിക്കനിലോട്ട് നമ്മുടെ മസാല എല്ലാം കയറി പിടിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ ഫ്രൈ ചെയ്യുമ്പോഴും ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പം നാളേക്കൊക്കെയാണ് ഒരു ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു ക്ലിഞ്ച് ഫിലിം വെച്ചോ അല്ല ഒരു ഫോയിൽ പേപ്പർ വെച്ചോ റാപ്പ് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. കുറച്ചും കൂടെ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. ആ മസാല എല്ലാം അതിനകത്ത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെ ഞാനൊരു പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ വറക്കുമ്പോഴത്തേക്കും ഒത്തിരി എണ്ണ യൂസ് ചെയ്യില്ലേ, ഒരു കുഴി പോലൊക്കെ ഒരു പാത്രം എടുത്ത് ഒത്തിരി എണ്ണ യൂസ് ചെയ്യില്ലേ. ഇത് അതൊന്നും വേണ്ട. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ മതി. എണ്ണയോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക. ഞാനിവിടെ നോർമൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം എണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഈവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനകത്തു നിന്നുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മൾ വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിയുമ്പം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. അങ്ങനെ ഇതെപ്പോഴും നിങ്ങളുടെ ഒരു അറ്റൻഷൻ വേണം കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് അതിന് നമ്മൾ ഒത്തിരി കെയർ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ വറുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോവും, അല്ല കരിഞ്ഞു പോവും. അപ്പോൾ അന്നേരം ആ ഫ്ലേവർ അങ്ങ് മാറും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ നോക്കുക. ഇതിന് ഫ്രൈ എന്ന് പേരൊക്കെ ഉള്ളൂ. നമ്മൾ വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. സോ അത് ഹെൽത്തിയാണ് കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും. ഇതിപ്പോൾ നമ്മൾ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കി വരുന്ന പോലെ അത്രയും ഡ്രൈ ആയിട്ടും എന്നാൽ നമ്മളത് കഴിക്കുമ്പം ഒത്തിരി ജ്യൂസി ആയിട്ടുമാണ് ഇത് വരുന്നത് തന്നെ. ചിക്കൻ ഇടയ്ക്ക് നമ്മൾ തിരിച്ചു മറിച്ചു ഇടണേ. ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ നോക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചിടാൻ ശ്രമിക്കണം. കണ്ടോ, നമ്മുടെ ചിക്കൻ റെഡിയാണ്. ഇപ്പം ചിക്കൻ വളരെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനാണ് ഇത്, ചിക്കൻ ഫ്രൈ. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഫ്രൈ, ഈസി ചിക്കൻ ഫ്രൈ റെഡിയാണ്. എല്ലാവരും ഈ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ ചിക്കൻ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് തന്തൂരി ചിക്കൻ്റെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തന്തൂരി മസാല ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ തന്തൂരി ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്ത് വരുന്നുണ്ട്, നമ്മൾ ജീരകപ്പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ give us a huge thumbs up and subscribe to our channel. Yeah, so please give us a huge thumbs up and subscribe to our channel. So once again, thank you for watching our video. Bye.